അപ്പച്ച നമുക്ക് ഈ സ്റ്റാർ വേണ്ട അപ്പച്ച, നമുക്ക് പുതിയതൊരെണ്ണം വാങ്ങാം. ഇതിനെന്താ കുഴപ്പം? ഇത് നല്ലതല്ലേ? അതല്ല അപ്പച്ച, ഇത് നമ്മള് കഴിഞ്ഞ ക്രിസ്മസിന് ഇട്ടതാ. എന്റെ എല്ലാ കൂട്ടുകാരും ഇത് കണ്ടു. ഓ, അപ്പൊ അതാണ് കാര്യം. പുതിയതൊരെണ്ണം വാങ്ങിക്കണം. വാങ്ങാം. വാങ്ങപ്പച്ച, എല്ലാവരും കാണട്ടെ. അപ്പച്ച ഒരു കാര്യം കൂടി. എന്താ മോളെ? എനിക്ക് പുൽക്കൂട്ടിയേക്ക് ഒരു ഉണ്ണേശുവിനെയും കൂടി വാങ്ങിത്തരോ? വാങ്ങിത്തരാം. എനിക്ക് സാന്റാക്ലോസിന്റെ കുപ്പായം മതി. വാങ്ങിക്കാം മോനെ. കാശും തികയില്ല. എന്താ ആലോചിക്കണേ? ഏയ് ഒന്നുമില്ല. അമ്മച്ചി വിളിച്ചിരുന്നു. ക്രിസ്മസ് ആയിട്ട് വരുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ, ഇല്ലാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളെവിടേക്ക് പോയാ നിങ്ങൾക്കത് ക്ഷീണാവും. അത് ഞാൻ സമ്മതിക്കില്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ സന്തോഷ ആഘോഷമൊക്കെ ഇവിടെ തന്നെയാ. സേവിയറേട്ടനാണല്ലോ. ഞാൻ പോയി പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ഒന്ന് വേഗം വാടാ. ആ വരുന്നു. ലോറൻസേ, മുതലാളി അന്വേഷിച്ചു. അത് ചെല്ലാൻ പറഞ്ഞു. സേവിയറേട്ടൻ പോക്കോ, ഞാൻ വന്നോളാം. മേരിയേ, മുതലാളി ചെല്ലാൻ പറഞ്ഞു. ഞാനൊന്ന് പോയിട്ട് വരാം. അതെ, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. ആ സഞ്ചി ഇങ്ങോട്ട് എടുത്തോ. അപ്പച്ച, ഞങ്ങള് പറഞ്ഞ മറക്കല്ലേ. മേടിക്കാം മോളെ. ഇതിനെല്ലാത്തിനും കൂടിയുള്ള കാശ് തികയോ? നീ പറഞ്ഞത് മേടിക്കാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇവരുടെ കാര്യ ശരിയാക്കാം. എന്തെങ്കിലും വഴിയുണ്ടാവും. നീ എന്തിനാടി അപ്പച്ചനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കണത്? അപ്പച്ചൻ്റെ പൈസ ഇല്ലാന്ന് എനിക്ക് അറിഞ്ഞൂടെ? ആവശ്യമില്ലാത്ത പിടിവാശികള്. ഇത് വാശിയാണോ? ക്രിസ്മസ് എല്ലാ വീട്ടിലും ഉള്ളതല്ലേ. എനിക്ക് പുൽക്കൂട്ടി വയ്ക്കോ ഒരു ഉണ്ണിയേശുവിനെ വേണം. ആൽവിന് സാന്റാക്ലോസിന്റെ ഒരു കുപ്പായോ. അപ്പച്ചൻ്റെ പൈസ ഇല്ലാത്തോണ്ടല്ലേ മോളെ? അതുകൊണ്ട് പറഞ്ഞതാ. നിത്യവിശുദ്ധിയ കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. ബാബു എവിടെയാ? കാണാറില്ലല്ലോ. ഒന്നും പറയണ്ട ലോറൻസ് ചേട്ടാ, ഒരു പണി തേടി പോയതാ. എന്താന്നറിയില്ല, 2 ദിവസം പോയി കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം പോവാൻ തോന്നില്ല. വല്ല പണിയുണ്ടെങ്കിൽ പറഞ്ഞോളട്ടാ ലോറൻസ് ചേട്ടാ. അല്ല ലോറൻസ് ചേട്ടാ ഇപ്പൊ എവിടേക്കാ? ടൗണിലേക്ക്. നാളെ ക്രിസ്മസ് അല്ലേ. ലോറൻസ് ചേട്ടാ സാധനം വാങ്ങില്ലേ? മേടിക്കാം. ഇന്നത്തെ കാര്യം ഓക്കെ, നാളത്തെ കാര്യം എങ്ങനെയാണാവോ? ഡോണേ, ഇതൊക്കെ അവിടെ ചെന്നിട്ട് ഇട്ടാ പോരെ നമുക്ക്? വെറുതെ ആൾക്കാരെ കൊണ്ട് പറയണ. സിജോമോനെ, അവിടെ ചെന്നിട്ടാന്ന് വെച്ചാൽ ഇതൊക്കെ ആര് കാണാനാ? ഇതാകുമ്പോ നാട്ടുകാർക്ക് കാണാം, അടുത്തും വരാം, വേണമെങ്കിൽ അനുഗ്രഹവും മേടിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാലോ. എന്താ വേണ്ട അവിടെ? ഉണ്ണിയേശുവിന്റെ ഒരു പ്രതിമ വേണം, ഒരു നക്ഷത്രവും.
പിന്നെ പിന്നെ സാന്താക്ലോസിന്റെ ഒരു കുപ്പായോ? പുൽക്കോട് എടുക്കാനായിട്ടാണെങ്കിൽ ഒരു സെറ്റ് ഉണ്ട്, അതിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും. വലിയ വില ഒന്നുമില്ല, നോക്കണം നമുക്ക്. എടുക്ക് നോക്കട്ടെ. അവിടെ എന്താ? അപ്പോൾ ഇതെടുക്കാമല്ലോ അല്ലേ? ഇതങ്ങോട്ട് മാറ്റി വെച്ചോ. ആ നമുക്ക് സാന്താക്ലോസിന്റെ കുപ്പായം നോക്കാം. വാ നോക്കാം. ഏത് മോഡലാണ് വേണ്ടേ? ഇത് നിങ്ങളെടുത്താണോ? ഏയ് അല്ല. ഇത് ഞാൻ എടുത്തോട്ടെ? പിന്നെന്താ, എടുത്തോ. അതെന്റെ, ഞാൻ മാറ്റി വെച്ചതാ, അതെടുക്കണ്ട. എടുക്കാതിരിക്കാനായിട്ട് ഇതിൽ ചേട്ടന്റെ പേര് എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അത് പറയാൻ നീ ആരാ? ചേട്ടൻ വലിയ വർത്താനം പറയണ്ടല്ലോ. ചേട്ടത്തിന്റെ വിലയൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, ഞാൻ അയാളോടെ പറഞ്ഞത്. ചേട്ടൻ എന്തിനാ ഇത്ര സില്ലി കാര്യത്തിൽ കിടന്ന് ചൂടാവണത്? നിനക്കിത് സില്ലി കാര്യമായിരിക്കും, പക്ഷെ എനിക്കതങ്ങനെയല്ല. പിന്നെ ഈ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഞാൻ ഇടപെടും. താനെന്തൊരു ചെയ്യാ? ഞാനാണ് ഇയാൾക്ക് ഇപ്പൊ ഇട്ടെടുത്ത് കൊടുത്തത്. നിർത്ത്. എന്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വേണ്ട. ഇതിന്റെ പേരിലല്ല പ്രശ്നം. പിടിച്ചോ. പോലെ നോക്കിയിട്ട് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ.